ഒരു തകർപ്പൻ സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്താൻ പോവുകയാണ് ടീം കോമഡി മേക്കേഴ്സ്. വയറ് കുറയ്ക്കാനുള്ള വഴി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നീ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞിട്ട് നീ അങ്ങ് ലെഫ്റ്റ് ആകാൻ നോക്കുന്നു. അങ്ങോട്ട് സാറേ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഇവിടെ അങ്ങോട്ട് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്. പോലീസ് സ്റ്റേഷൻ പറഞ്ഞോണ്ട് എന്നെ എവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതിനക്ക് നീ അറിഞ്ഞില്ലേ സംഭവം? ഇല്ല. എടാ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മണ്ടയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു മരം മറിഞ്ഞു വീണു. അന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് തകർന്നു പോയില്ലേ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനായിട്ട് വാടകയ്ക്ക് എടുത്തേക്കുന്നതാണ് ഈ വീട്. ഈ ഇടിഞ്ഞു മുളിക വീടാ? അതെ അതെ. നീ പൊക്കോ. ഞാൻ ഇതിന്റെ വാടക എങ്ങനെ 1500 രൂപ കൊടുക്കുന്നുള്ള ടെൻഷനില്ല ഞാനേ. അയ്യോ സാറേ മണ്ടൻ തന്നെ. അങ്ങനെയല്ല, വെളിയിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഊതിപ്പിക്കുന്ന സാധനം വെച്ച് ഊതിച്ചു കഴിഞ്ഞാൽ സാറിന് എത്ര രൂപ ഉണ്ടാക്കാം? ഊതിപ്പീരോ? അല്ല ഈ മറ്റേ ബ്രീത്ത്. ഓ മറ്റേ മദ്യ. എടാ അതെടുത്ത് പറിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പിള്ളേരുടെ ഫീസ് എങ്ങനെ അടയ്ക്കും പറ. ഓഹോ ശരി. അതിലും എന്നാ 10-15 ഹെൽമെറ്റ് വേട്ട നടത്തിക്കൂടെ? എടാ നീ ഒരു പ്രതിയാണെങ്കിൽ നിനക്ക് ഭയങ്കര വിവരം കേട്ടോ. അടിച്ചു നിന്നെ ഞാൻ കേട്ടോ. ഒരു മിനിറ്റ്. ഹലോ. എന്നാടി ഞാൻ സ്റ്റേഷനില് എന്നോട് പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ല. ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ വിളിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇച്ചിരി നീ ഫോൺ വെക്ക കേട്ടാ. വീട്ടിൽ നിന്ന് പെണ്ണുമ്പളയാന്നേ. വീട്ടിക്ക് എന്നറിയാലോ അപ്പൊ വിളിക്കും. എന്നിട്ട് പറയും ആവശ്യമില്ലാത്ത അത് മേടിച്ചോണ്ടോ ഇത് മേടിച്ചോണ്ടോ പെട്ടെന്ന്. ഇപ്പൊ തന്നെ ആണെങ്കിൽ കൊച്ചു നേഴ്സറി പോകുന്നില്ല, അവന് കിൻഡർ ജോയ് മേടിച്ചോണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ. ഇവളൊക്കെ കാലവാരി അടിക്കുമല്ലേ വേണ്ടത്. സാർ അങ്ങനെ പറയരുത്. നമ്മൾ ഭാര്യമാരെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഭാര്യമാരെന്ന് പറയുന്ന കുടുംബത്തിന് നിലവിളക്കാണ്, ഐശ്വര്യമാണ്. ഞാനൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തന്നെ അവളിങ്ങനെ ഉമ്മറക്കൊല്ലൽ ഇങ്ങനെ ഒരു നിപ്പാണ്. എന്നിട്ട് ചേട്ടാ എന്നുള്ളൊരു വിളി, ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് സാറേ. പിന്നെ സാർ അങ്ങനെ പറയരുത്. അവരങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല കേട്ടാ. നീ വന്നേ. അവരില്ലാതെ വരുമ്പോഴേ സാറ് നമ്മൾ മനസ്സിലാക്കുള്ളല്ല. പോട്ടെ, ഞാൻ പെട്ടെന്ന് അങ്ങനെ എൻ്റെ ഒരു ഇമോഷനിൽ പറഞ്ഞു പോയി. പോട്ടെ, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് സാർ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സാരല്ല പോട്ടെ. അറിയല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യ്. നീ വിഷമിക്കൊന്നും വേണ്ട. നീ ഇവിടെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവളെ സുഖമായിട്ട് ജീവിക്കുക. ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വാട്ടോ. നീയും ഭാര്യയും കൂടെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വാ. അയ്യോ അത് പറ്റത്തില്ല. അതെന്താ? അവളെ ചവിട്ടി കൊന്നിട്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത്. കൂമ്പേ വരും കേട്ടാ. നിന്റെ കളിയും ചിരിയൊക്കെ ഇന്ന് മാറും. ഇങ്ങോട്ട് വരാൻ പോകുന്ന ആരാ നിനക്ക് അറിയാമോ? ആരാ? കട്ടപ്പന മുതൽ മൂന്നാർ വരെ തൂത്തുവാരിയ ആളാ. തൂത്തുവാരാനാണെങ്കിൽ അപ്പുറത്തെ രമണി ചേച്ചിയെ വിളിച്ചാ പോരെ, അവര് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യും. എടാ അല്ലെന്ന്. പിന്നെ SI സാർ ഇങ്ങോട്ട് വരുമെന്ന്. നോക്ക്, സാറ് വന്നു കഴിഞ്ഞു. നോക്ക്. അടിപൊളി കിടുക്കനായിട്ടുണ്ട്. ഇപ്പം വീടെ വിരല് കൊണ്ട് കണ്ട കൃഷ്ണമണി തീർത്ത് റോട്ടിൽ പോയനല്ലോ. ഒന്നുകൂടെ കാണട്ടെ. അടിപൊളി സല്യൂട്ടായിട്ടുണ്ട്. ഇതാരെ? അത് പ്രതി. ഹലോ പ്രദീപ്, എന്തുകൊണ്ട് വിശേഷം? വിശേഷം പ്രദീപ് നിങ്ങൾ നേരത്തെ അറിയുന്നാണോ? അല്ല ഇയാളല്ലേ പറഞ്ഞ പ്രദീപാന്ന്? സാറേ പ്രദീപ് അല്ല, പ്രതി, കഞ്ചാവ് വിറ്റുന്നവൻ. ആരോടും ചോദിക്കാതെ സംസ്ഥാനം വിൽക്കുവോളാ? സാറെന്താ പറഞ്ഞ സാറേ? ഇയാളല്ലേ പറഞ്ഞു പഞ്ചാബ് വിറ്റുന്നു? പഞ്ചാബ് അല്ല, കഞ്ചാവ് വിറ്റുന്നാ പറഞ്ഞത്. കഞ്ചാവ് വിറ്റുന്നു. ഞാനിപ്പോ ലൈവ് വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഇന്നലെ 8 മണിക്കാണ് എന്നെ പിടിച്ചോണ്ട് വന്നത്. എന്നെ മാരകമായി, മൃഗീയമായി, ക്രൂരമായി ആക്രമിക്കുകയും എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഈ സാർ ചെയ്തത്. എന്റെ അംശമാണ് സത്യം. ഞാനൊന്നും ചെയ്തില്ല. എന്റെ നല്ല നടപ്പിന് വിടില്ലേ ചക്കൊരു ഉമ്മ. അപ്പൊ സാറ് നല്ല പയ്യനെന്നാണ് നല്ല നടപ്പിന് വിടണ്ട. പാവമാണ് സാറ്. ഓക്കെ കുഴപ്പമില്ല. സാറ് നാണമില്ല സാറ്. സാറ് SI അല്ലേ, അവര് പിടിച്ചിടിക്കാൻ നോക്ക്. അതിനകത്ത് പോയി പറഞ്ഞാൽ നീ നല്ല നടപ്പിന് വേണേ കോഴിക്കോട് പോകേണ്ടി വരും. ഞാൻ അടിക്കാം, ഇങ്ങോട്ട് മാറും. അപ്പൊ സാറും PC സാറും ഉണ്ട്. സാറ് എന്നെ മൃഗീയമായി പീഡിപ്പിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മ ഈ 2 സാറന്മാരെ എനിക്ക് ഉമ്മ തന്നുകൊണ്ട് എനിക്ക് യാതൊരുവിധ പരാതിയില്ല. ഇവരെ ഒരിടത്തും വിടാൻ വേണ്ട. ഓക്കെ ബൈ ബൈ. ഞാൻ പിന്നെ ലൈവിൽ വരും. ഓക്കെ കട്ട് ചെയ്തോ?
ലെനോവയല്ല ലെനോവ. ലൈവ് നിന്റെ പൊക്കിയെടുത്ത് അകത്തടേ, പൊക്കിയെടുത്ത് അകത്തടേ. സാറേ ഇവൻ നമ്മൾ എവിടെ ഇടും? ആ പുതിയ സ്റ്റേഷനാണല്ലോ പറഞ്ഞത്, സെല്ലില്ലല്ലേ? പുറയിലങ്ങനെ കക്കൂസ് വല്ലതും ഉണ്ടോ? ആ അതിനകത്തോട്ട് കയറ്റിയിടും, അപ്പൊ അതിനൊരു ശിക്ഷയും കൂടെ സാറേ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ അടിപൊളി കിഴക്കനായിട്ടുണ്ട്. ഇയാളെ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട്. സാർ? ഒരു കാര്യം നമുക്ക് സ്റ്റേഷനകത്തോട്ട് അങ്ങോട്ട് കയറാം. അയ്യോ അകത്തോട്ടല്ല, നമുക്ക് വാടകയ്ക്ക് വന്നിരിക്കുന്ന ഈ ചാർത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് എങ്ങനെയുണ്ട് പുതിയ സെറ്റപ്പ് ഒക്കെ? നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. രാഹുകാലത്തിന് നമുക്ക് ഇതിനകത്തോട്ടാ കയറേണ്ടത് എന്ന് പറഞ്ഞാൽ താജ്മഹൽ അല്ലേ പറഞ്ഞുണ്ടാക്കിയിട്ടിരിക്കുന്നത്. നല്ല സെറ്റപ്പാ. പക്ഷേ ഈ ചെറിയ വാടകയ്ക്ക് നമുക്ക് ഇതല്ലേ കിട്ടുള്ളൂ. ചെറിയ വാടകയ്ക്ക് എടാ ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് അറിയിക്കാനായിട്ട് ഒരു ബോർഡെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വെക്കാൻ. ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. കൊണ്ടുകൊണ്ട് വെക്കാൻ. അയ്യോ മറന്നുവല്ലോ. ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സാറേ കിടുക്കാച്ചി ബോർഡല്ലേ? നല്ല കിടക്കാനായിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? തിളക്കമൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ നോക്കി നിൽക്കണം. ഫ്ലൂറസെന്റാ. ആരാ അത് എഴുതിയത്? ഞാനാ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പെയിന്റ് വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? എന്നാ സാറേ? അതിന്റെ താഴോട്ട് സോഡ നാരങ്ങ വെള്ളം ചായ കാപ്പി വിൽക്കപ്പെടുന്നത് ബോർഡും കൊണ്ട് വെച്ച് കൊണ്ടുപോകണം കേട്ടോ. സാറേ അതുകൊട്ടെ അതല്ലേ അല്ലേ ഇതെന്തോ ഈ സാധനം? ഇത് നമ്മുടെ ഫയലൊക്കെ അവിടെ വെക്കാൻ അവിടെ ഒരു പട്ടി വെച്ച് കിടക്കുക. അതുകൊണ്ട് എല്ലാം കൂടെ ഇവിടെ പെറുക്കി വെച്ചേക്കും. ഈ സാധനം കണ്ടിട്ട് എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് അറിയാവോ? എന്നാ സാറേ? ചിന്തിക്കടയുടെ മുന്നിൽ വളയും മാലയൊക്കെ കച്ചവടം ചെയ്യാതിരിക്കുന്നതിന്റെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. എന്താണോ ഇത്? സാറേ നമുക്കേ അതൊക്കെ പോട്ടെ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു വലിയൊരു സസ്പെൻസ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ സസ്പെൻസാ? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വീട് ചാർത്തൊക്കെ ചാർത്ത് അത് മതി. എനിക്ക് മനസ്സിലായി. മറ്റേ നമ്മുടെക്കടാ ആരാ? ശാന്തയല്ലേ? രമണി, സുധ, സുശീല. സാറേ ആണുങ്ങളുടെ പേര് ആരെങ്കിലും ഉണ്ടോ? ആണുങ്ങളുടെ പേരൊന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എന്നാ ഞാൻ ആ സസ്പെൻസ് അങ്ങ് പൊളിക്കാൻ പോവാ. പൊളിച്ചാട്ടെ. സാറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്? ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാട്ടെ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണക്ക് പിടിപ്പിച്ച ഒരു കുര്യൻ സാറിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ സാറിന്റെ വീടേത്? അയ്യോ 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 എന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണക്ക് പഠിപ്പിച്ച അങ്ങനെ എന്നെ അടിയാന്നറിയാം. എനിക്കിപ്പോഴും അതിനെ പേടിയാണ്. കാലമാണ് ഇത് മാത്രമേ കിട്ടിയുള്ളൂ ഇവിടെ. എന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടണ്ടേ? എനിക്കിപ്പോഴും അയാളെ ഭയങ്കര പേടിയാ. ഭയങ്കര പേടി. സാറ് സാറൊരു SI അല്ലേ? ചുമ്മാ നിന്ന് അറിയാതെ എന്റെ ദൈവമേ ഇത് എവിടെ പോയി ഒളിക്കാനാ? അക്ഷര നക്ഷത്രം കോട്ട ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ കുടം എന്റെ പൊന്നു കുഞ്ഞെ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ സാറേ? ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ നീ എന്നെ മണ്ടനായിരുന്നടാ. മൂട് കീറിയ നിക്കർ വിട്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല. എന്നാലും എന്റെ പൊന്നു കുഞ്ഞെ എനിക്ക് സന്തോഷമായി. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി അവൻ പഠിച്ചു പഠിച്ച് പോലീസായി SI ആയി. അവൻ തന്നെ എന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോ അതിന്റെ ഒരു ക്രെഡിറ്റ് ആർക്കാ? അത് പിന്നെ സാറിനാണല്ലോ. അതാണ്. എന്നാലും എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞെ. സാറിന് എന്താ സാറേ നിബന്ധന? എന്റെ ഫസ്റ്റ് നിബന്ധന എന്ന് പറഞ്ഞാൽ നിന്റെ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലുള്ള തെറിവിളി ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇവിടെ പറ്റത്തില്ല. അല്ല സാറേ ഈ പോലീസ് സ്റ്റേഷൻ പ്രതികളെയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ചീത്ത വിളി ചെറുതായിട്ടൊക്കെ. നിനക്ക് എന്റെ അടിയുടെ സുഖം അറിയാമോ? എനിക്ക് വേണ്ട. നിനക്ക് അടി വേണോ? ഞാൻ ചീത്ത വിളിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6 മണിയാകുമ്പോ ലൈറ്റും കെടുത്തും ഗേറ്റ് അടയ്ക്കും. അതിന് മുമ്പ് മുള്ളിയേച്ച് 2 പേരും കയറി കിടക്കും. സാറേ കൃത്യസമയത്ത് അടയ്ക്കാൻ സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ലല്ലോ. 6 മണിക്ക് അടച്ചാൽ അങ്ങനെ അടി വേണോ? അടി വേണോ? അടച്ചു 6 മണിക്ക് അടച്ചു. അതുപോലെ പുറത്തുനിന്ന് ആരെ എന്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറാൻ ഞാൻ സമ്മതിക്കും. അങ്ങനൊക്കെ ചെയ്തോളാം സാർ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി കേട്ടോ. അപ്പൊ ഞാൻ അകത്തോട്ട് പോയിക്കോട്ടെ? അങ്ങോട്ട് ചെല്ലേ. ഓക്കെ കണ്ടിന്യൂ. ഈ പന്നക്കളവൻ എന്റെ പൊന്നു കുഞ്ഞെ നീ അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് അടി കിട്ടും. ഹലോ ഉണ്ട് സാർ കൊടുക്കാം സാറേ. ഒരു മിനിറ്റ്. ഇത് ഞങ്ങളുടെ വാർഡിലെ മെമ്പറാ പത്മനാഭൻ. അവനോട് എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല. സാറിങ് വന്നേ. ഞാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സാറേ. ഹലോ SI ആണ്. നീ എന്നോട് ആജ്ഞാപിക്കണോ പാട്ടി? ഇടിച്ച് നട്ടൽ നൂർത്തിയായി ഇടിച്ച് നട്ടൽ നൂർത്ത് കേട്ടോ പന്നപ്പായ. ഞാൻ ആദ്യാക്ഷരം കുറിച്ച് ഈ നാവ് കൊണ്ട് ചീത്ത വിളിക്കുന്നു. വാ ഇവിടെ. ഞാൻ വന്നു. വാ ഇവിടെ. വന്നു. ഇനി ചീത്ത വിളിക്കുവോ? അയ്യോ
ഇല്ല, വിളിക്കത്തില്ല. നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? അയ്യോ, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? അറിയാതെ വിളിച്ചതാ. ഞാൻ ആരാ നിന്റെ? എന്നെ പഠിപ്പിച്ച സാറാ. ആ അധ്യാപകന്മാരുടെ മുന്നിൽ നിന്ന് ചീത്ത വിളിക്കാമോ? വിളിക്കത്തില്ല, സത്യം. ഇനി വിളിക്കരുത്, ഇല്ല. വിളിക്കരുത്. ഇല്ല. കേട്ടല്ലോ? ഓക്കേ. ഉയ്യോ, ഇല്ല. ഹലോ. ആഹാ. കിട്ടിയോ? മിണ്ടണ്ട. ഈ സ്റ്റേഷൻ എങ്ങനെയും മാറ്റാനുള്ള നടപടി ഉണ്ടാകും. അതുപോട്ടെ ആ ഇന്നേ ആ. ഡിവൈഎസ്പി പറഞ്ഞേക്കോ നമ്മുടെ സെന്റ് മേരീസ് പള്ളിയിൽ പെരുന്നാളല്ലേ ആ. അവിടെ 8 മണിക്ക് റാസ ഇറങ്ങും. ആ. അപ്പൊ നമ്മളോട് 7 മണിക്ക് നമ്മളോട് അവിടെ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 7 മണിക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണം. ശരി, 7 മണിക്ക് പോയേക്കാൻ കുഴപ്പമില്ല. അല്ല, എന്താ സാറേ എത്ര മണിക്ക് പോകണമെന്നാ പറഞ്ഞേ? 8 മണിക്ക് റാസ, 7 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആ, പറഞ്ഞു. എന്താ സാറേ കാര്യം പറ. കാലമാണ് 6 മണിക്ക് ഗേറ്റ് പൂട്ടത്തില്ല, പിന്നെ എങ്ങനെ പോകാനാ? എന്താ സാറേ സാറൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ വരുന്നില്ല, എനിക്ക് ചോദിക്കാൻ വയ്യ. ഞാൻ വരുന്നില്ല, നാണമില്ല ഈ കപ്പട മീശ വെച്ചിട്ട് ചോദിച്ചു നോക്ക്. സാറേ, വിളിക്ക്. കുര്യൻ സാറേ. ഉരിയ സാറേ. ഇതാ. എന്നാ സുരേഷ് പി? അല്ല, ഇവനെ ആണ്ടൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്കല്ല സാറിന് ഏതാണ്ട് പറയണ്ടെന്ന്. സാറേ, ഞാൻ അപ്പുറത്തെ പള്ളി ഭയങ്കര മുട്ടൻ റാസം നടക്കുവാണേ. അവിടെ ഇപ്പം ഭയങ്കര ചെന്നോളം ഒക്കെ ഉണ്ട്. അപ്പം DGP പറഞ്ഞു ഞങ്ങളോട് എല്ലാവരും അങ്ങോട്ട് ചെല്ലാൻ. ഞങ്ങൾ പോയിട്ട് പാടോ നീങ്ങി വരാം. 7 മണിക്ക് 8:30 ആകുമ്പോഴേ നീങ്ങി വരാം. പൊക്കോ. അടിപൊളി, രക്ഷപ്പെട്ടു. പോയിട്ട് അതുവഴി അങ്ങ് പൊക്കോണം. അയ്യോ, അപ്പൊ എനിക്ക് സ്റ്റേഷൻ വരണ്ടേ? വേണ്ട, ഞാൻ 6 മണിയാകുമ്പോൾ ഗേറ്റ് അടയ്ക്കുക. അതിന് മുമ്പ് തിരിച്ചു വരാന്നുണ്ടെങ്കിൽ പോക്കോ. സാറേ, അവിടെ ഭയങ്കര ചെണ്ടമേളം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. നിന്നെ ആരാ ഇങ്ങനെ ചെണ്ടപ്പുറത്ത് കോലി വീഴുന്നിടത്തൊക്കെ പോകാൻ പഠിപ്പിച്ചത്? ഇനി പോകുമോ? ഇല്ല, പോകത്തില്ല. ഇനി പോകുമോ? ഇല്ല, പോകത്തില്ല. മര്യാദക്ക് ഇവിടെ ഇരിക്കാമോ? ഇരിക്കാം. കേറിപ്പോ, 2 ചാർത്തിൽ പോ. അപ്പൊ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുകയാണ്. ചോദിച്ചോട്ടെ? അപ്പൊ നെൽസൺ മോന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം. ഒരു ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 12 ആണോ? 6 അല്ലേ? അല്ല 12. ഇന്നലെ എങ്ങനെയാ പറഞ്ഞത്? 12 എന്നാ പറഞ്ഞത്. ആണോ? ഇന്നലെ 12 എന്നാ മാഷ് പഠിപ്പിച്ചത്. ആണോ? ആണ് 12 എന്നാ പഠിപ്പിച്ചത്. നീ എന്റെ അടുത്തേലും ആലോചിച്ച് നോക്കി, ഇന്നലെ 12 എന്നാ പറഞ്ഞത്. 12 എന്ന് തന്നെ പറഞ്ഞത്. എന്നാ ചിലപ്പോ പുതിയ സിലബസിറ്റി ആയിരിക്കും. ശരിയാ. എന്നാൽ അടുത്ത ചോദ്യം സുരേഷ് പി. നോ, സാർ. ഇങ്ങോട്ട് വാ. എന്നാ സാറേ? ഇങ്ങോട്ട് വാ. ആ, വിമാന സമവാക്യത്തിന്റെ പൂർണ്ണരൂപം പറയുക. A square minus B A square is square minus B square ACP B ബ, square ബ, ബ, ബ. ACP. നാട് ഭരിക്കുന്ന രസയോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പം വാ ഇവിടെ. വരാം. അങ്ങനെയല്ല, മുട്ടേ വാ. അയ്യോ, മുട്ടേ വാ. ആണ്ട് എല്ലാരും ചിരിക്കുന്നു. അവര് ചിരിക്കും, നീ മുട്ടേ വാ. ആണ്ട് എല്ലാരും കളിയാക്കുന്നു. പറ. A square B square MP3. നിനക്ക് അറിയത്തില്ല. അയ്യോ, അറിയത്തില്ലല്ലേ? ഇല്ല സാറേ, അറിയത്തില്ലല്ലേ? മറന്നുപോയി. അറിയത്തില്ലെങ്കിൽ കൈയുടെ വെക്ക്. എന്റെ ലാടൻ നിന്നെ കൊണ്ട് പറയിക്കുന്നു. ഡാന്, അയ്യോ, തീറ്റ, ഓസ്. ഇതിൽ തീറ്റ മാത്രമേ നിനക്ക് പ്രയോജനപ്പെട്ടുള്ളല്ലേ കുഞ്ഞെ? കേറിപ്പോ രണ്ടും. കൊല്ലത്തേ ഉള്ളേ. ഞാൻ അകത്ത് കുറച്ചു നേരം വിശ്രമിക്കാൻ പോവാ. ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്. ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി എന്നെ വെറുതെ ഇങ്ങോട്ട് വരുത്തി തല്ലി മേടിക്കരുത്. ഇല്ല. കേട്ടല്ലോ? അവസാനത്തെ വിശ്രമമാണോ? ദൈവമേ, എനിക്ക് സാറേ നമ്മുടെ മോഷണ കേസിൽ നമ്മൾ പിടികിട്ടാതെ നടന്നൊരുത്തനില്ലേ നമ്മളെന്നാ സാറിനെ പറ്റിച്ചിട്ട് പോയില്ലേ? 7 ദിവസം അവൻ എന്നെ ഓടിച്ചതാ. അവനെ നാട്ടുകാർ പിടിച്ചത് വാതൊക്കെ കൊണ്ട് നിർത്തിയിട്ടെന്നും പറഞ്ഞ് വിളിച്ചേക്കുന്നു. ഞാൻ അവനൊരു തത്തീരും കൊടുത്ത് ഇങ്ങോട്ട് കയറ്റി കൊടുത്തു. ഒറ്റ ഒരെണ്ണം കൊടുത്ത് എനിക്ക് കിട്ടിയതിന്റെ എല്ലാം കൂടെ ഞാൻ അവന് കൊടുത്തോളാം. ഇപ്പൊ അവനെ ശരിയായി. പിടിക്കങ്ങോട്ട്. കാലമാടൻ ഉറങ്ങാൻ പോയേക്കുവാ. ശബ്ദം കേട്ട് വരും. താൻ ഇവിടുന്ന് പോയിട്ടൊരു ലോഡ്ജ് മുറി ആയാലും മതി. 500 രൂപ കൂടുതൽ ഞാൻ തരാം. ഇന്ന് തന്നെ ഈ കെട്ടവും പൂത്തലും എല്ലാം കൊടുത്തോണ്ട് നമുക്ക് സ്റ്റേഷൻ അങ്ങോട്ട് മാറാം. എന്താ സാറേ, എന്നാലും ഇവനെ എനിക്ക് മറ്റേ 2 കൊടുക്കാം. കുഴപ്പമില്ല. അതുവരെ ഞാൻ ഇവനെ അറേഞ്ച് ചെയ്തോളാം. അത് ഞാൻ ഏറ്റു. താൻ ഇതൊന്നും നോക്കണ്ട. ആ കാലമാടം വന്ന് അടിക്കുമ്പോ അതുകൊണ്ടല്ലേ നീ എങ്ങനെ ഒപ്പിച്ചു. ഞാൻ നോക്കാം, എങ്ങനെയും പോവാ. പോയിട്ട് വരട്ടാ. ആ ശരി. ഞാൻ ഇവിടെ ഉണ്ട്.
ടാ, നല്ല ആരെങ്കിലും നീ വന്നേ. ഹലോ സാർ എന്താ വിശേഷം? നല്ല വിശേഷം അങ്ങനെ പോകുന്നു ഏ? ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അവിടെ സാറ് വരാനായിട്ട് ഇയാളാണോ ആ മാല മോട്ടിച്ചത്? എന്താ സാറേ ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന നീ ആളല്ല മോട്ടിച്ചിട്ടില്ല? ഞാൻ ഓടിച്ചിട്ടില്ല പട്ടി കയ്യെ കടിക്കുന്നോളാ. ഒന്നുമില്ല സാറേ, ഇവിടെ ഒരു പട്ടി കയറിയതാ. കടി വിടുവാ. മാല മോട്ടിച്ചത് നീയാണോ? ഞാനല്ല. എന്റെ മോട്ടിച്ചതോ? ഞാനല്ല. ഒന്നുമില്ല സാറേ. ടുക്കുറുമോനാണോ, ചുണ്ടിരിമോനാണോ, അമ്പട്ടിമോനാണോ, ടക്കുറുമോനാണോ? കളിക്കല്ലേ, കരയല്ലേ. നല്ല മോനാ കേട്ടോ. മാല മോട്ടിച്ച മോനല്ലേ? അല്ലേ? അല്ലടാ റോക്കൻ. ഇതാരാ ഇത്? ഏ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപരിചിതരെ ഈ പ്രഖ്യാത്ത് കേട്ടരുതെന്ന്? അല്ല, അവരിതല്ല സാറേ. പിന്നെ പിന്നെ കട്ടപ്പനയിൽ എന്റെ വിവരം അന്വേഷിക്കാൻ വന്ന എന്റെ ചേട്ടനാ. സ്വന്തം ചേട്ടൻ. ചേട്ടനല്ലേ? ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടായി. ചേട്ടനാണോ? ചേട്ടനാ എന്റെ സ്വന്തം ചേട്ടൻ. ഉമ്മ. സാറേ, ഇതാ എന്നെ പിന്നെ 1-ാം ക്ലാസ് പോലെ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ച് എനിക്ക് ഭയങ്കര പേടിയുണ്ടെന്ന് പറഞ്ഞ കുര്യൻ സാർ. ആ, എനിക്ക് ഭയങ്കര പേടിയാ. സുരേഷ് പിപ്പിയുടെ ചേട്ടനാണല്ലേ? എന്നാ പേര്? ഫിറോസ് രതീഷ് സുരേഷ് അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേരാണ്. അല്ല, ഞങ്ങള് നീ ആ പേര് തന്നെയാണോ പറഞ്ഞേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പേരാണെങ്കിൽ ഇൻഷൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സുരേഷ് പി പി, ഇത് സുരേഷ് സി സി. അതെങ്ങനെയാ ഈ ഇൻഷൽ തമ്മിൽ അങ്ങനെ? എന്റെ ദൈവമേ, ഞങ്ങൾ അച്ഛനും അമ്മയും രണ്ടാണെങ്കിലും അമ്മയും അച്ഛനും ഒന്നാണത്തിൽ അല്ലോ. പിന്നെ സുരേഷ് പിപ്പിയുടെ ചേട്ടൻ സുരേഷ് സി സി എന്ത് ചെയ്തു? ഞാൻ ഈ കഞ്ചാവ് ബിസിനസ് ഒക്കെ സാറേ, ഈ പഞ്ചാബിലാണല്ലോ പുള്ളിക്ക് പരിപാടി എന്ന് പറഞ്ഞ. പഞ്ചാബിലാണ്. എങ്ങനെ പോകുന്ന ബിസിനസ് ഒക്കെ? നഷ്ടം ഒരു പൊതിക്ക് 200 രൂപ. സാറേ, അലോപ്പതി ഹോമിയോപ്പതി ഡോക്ടറാ പുള്ളി. ഓ, ഡോക്ടറാണോ? വെരി ഗുഡ്. സുരേഷ് പിപ്പിയുടെ ചേട്ടൻ സുരേഷ് സിസിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയായിരുന്നു. ആണോ? ഇവനെ ആരാ ഈ തെറിയൊക്കെ പഠിപ്പിച്ചത്? ഞാനല്ല. എന്തെല്ലാം ചീത്ത വാക്കുകളാ ഇവൻ പറയുന്നത്? സത്യം. നിങ്ങൾ വീട്ടിൽ ഇവനെ ഉപദേശിക്കണ്ടേ? ആ? അല്ല, പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ചെറുപ്പം ചീത്തയൊക്കെ. സാറേ പോലീസ് സ്റ്റേഷൻ ആകുമ്പോ ചീത്തൊക്കെ പറയാം. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എന്റെ വിദ്യാർത്ഥികളൊന്നും തെറി വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ വേണം ഉപദേശിക്കാൻ. ഞാനോ? പിന്നെ വേണമെങ്കിൽ 2 അടി വരെയും കൊടുക്കാം. എനിക്കോ? പിന്നെ തിരിച്ചു തല്ലൂലേ? നിന്റെ അനിയനില്ലേ, പിന്നെ നിനക്ക് തിരിച്ചടിക്കുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ഒന്നുമില്ല, ധൈര്യമായിട്ട് ചോദിക്കാം. കൊണ്ട് പറയടാ. ഓ, കൊള്ളാം, നല്ല കളിയാ. ദേ, ഇങ്ങോട്ട് പറയടാ. സൂപ്പർ. ഇങ്ങോട്ട് പറയടാ. നീ വരുന്നവരെയൊക്കെ ചീത്ത വിളിക്കല്ലോ. മതി മതി മതി. സുരേഷ് സിസി, സുരേഷ് സിസി, മതി മതി മതി. ഇങ്ങനെ അടിച്ചാൽ ചത്തുപോകത്തില്ലേ? പോട്ടെ സാറേ, എങ്ങനെ ഇങ്ങനത്തെ ഒരു അനിയൻ എനിക്ക് വേണ്ട. അങ്ങനെ പറയുന്നത് സ്വന്തം ചോദ്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒരു കാര്യം, ഭയങ്കര ചൂടായിട്ടിരിക്കുക. ഒരു കാര്യം, നമുക്ക് അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് വിശ്രമിച്ച് ഒന്ന് കുളിച്ചിട്ട് 5 മണിയാകുമ്പോൾ ഇനി പോയാൽ മതി. ഞാൻ ഇതങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചിരിക്കുക. യാത്രയൊക്കെ 5 മണിയല്ല, 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോകുന്നുള്ളൂ. സന്തോഷം. നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല അന്യരുടെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നത്. 4 അക്ഷരം പഠിപ്പിച്ചു തന്ന മാഷ് നിനക്ക് മതി, മതി, മതി. ഭയങ്കര ചൂടിനാണല്ലേ. സാറേ സാറേ, അവസാനം ഓടി ഓടി അവസാനം ഞാനൊരു വീട് റെഡിയാക്കിയിട്ടുണ്ട്. സാറേ, അവനെവിടെ എന്തി? അവനെന്തി? സാറേ, അവൻ എന്തിയെന്ന് പറ. സങ്കടം കാരണം പറഞ്ഞ മനസ്സിലത് ഏത് ഭാഷ ഇത് ആരോടെ ചോദിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഒരു എസ്ഐയും അവിടെ അങ്ങനെ പോയി ഇരി, ഞാൻ ചോദിക്കട്ടെ ആൾക്കാരോട് എന്നാന്ന്. ചേട്ടാ, ഇവിടെ എന്താ സംഭവിച്ചത്? അതിപ്പോ പിന്നെ ഒരു കള്ളനുണ്ടായിരുന്നല്ലോ. ഇവിടെ ഞാൻ കൊടുത്തിട്ട് അയാള് ആ മാഷ് വന്നപ്പോ ചേട്ടനാന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഉപദേശിക്കുന്ന പറഞ്ഞ് കുറെ അടിയും കൊടുത്ത് ചേട്ടനാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കുറെ അടിയും കൊടുത്തിട്ട് അയാൾ ഇപ്പൊ മാഷിന്റെ കൂടെ 5 ദിവസം കഴിഞ്ഞ പോലെ സുഖമായിട്ട് അങ്ങോട്ട് പോയി. പോലീസുകാരെ അടുത്തല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. മനസ്സിലായി? ഇനി കാറി പറയണ്ട. എനിക്ക് ആ ചേട്ടൻ പറഞ്ഞു തന്നു എല്ലാ സംഭവം. അവനെ കളിച്ച് കളിച്ച് SI പോലീസിന് നേരത്തെ കളി. അവനോട് ഉറങ്ങാൻ പോയിരിക്കല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. മിണ്ടായിരിക്കും സാറേ, ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ 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 കൊല്ലില്ലേ. അയ്യോ സാർ ഉണരല്ലേ? സാറിനെ ഉണത്തല്ലേ?
എടാ കൊടുത്തോ? പോലീസുകാരുടെ അടുത്ത് അവന്റെ കളി കൊടുത്തോ? കൊടുത്തന്നോ ആരും പറഞ്ഞിട്ടില്ല സാറേ. ഞാൻ ചെന്നപ്പോഴേ അവൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു കരിമ്പൂടൊക്കെ പൊതിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുക. എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ട്. 4 മാസത്തേക്കാണ് അവൻ എഴുന്നേറ്റ് നിൽക്കത്തില്ല. അങ്ങനെയുണ്ട് പോരെ. 7 ദിവസത്തേക്ക് എണ്ണിച്ചത് പറഞ്ഞത് ഇതാ. അയ്യോ അയ്യോ നീ ആർക്കിട്ടാണോ അടിച്ചേ? ഇപ്പൊ എനിക്ക് പിന്നെ കിട്ടും. അയ്യോ സുരേഷ് ബീബി. അയ്യോ 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 ചുമ്മാ ചോറിന്റെ കിടന്ന് ഉറങ്ങിയ എന്നെ ഈ മഹാമാരി വന്ന് എടുത്തിട്ട് ഇടിച്ചു പോച്ചു. സാറേ പറയത്തില്ലായിരുന്നു ഞാൻ സാറാന്ന് പറയത്തില്ലായിരുന്നു. ഞാൻ സാറാന്ന് പറഞ്ഞപ്പോ തെറി വിളിക്കുന്നോടാ പട്ടീന്ന് പറഞ്ഞോട്ട് കരിമ്പടം എടുത്തോട്ടെ അണ്ണാക്കി കുത്തിക്കേറ്റാ. സാറേ ഒരു കാര്യം ചെയ്യും, ഞങ്ങളിത് തന്നെ ഇതെല്ലാം പെറുക്കി കെട്ടി പൊക്കോളാം. അയ്യോ നിങ്ങൾ ഒരിടത്ത് പോകണ്ട, ഞാൻ എന്റെ മകളുടെ വീട്ടിലോട്ട് കാര്യം പൊക്കോളാവേ. ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുക. അത് നേരത്തെ തന്ന ആ കുരുമുളക് ഇട്ട് വെച്ച കറിയില്ലേ, അത് ചിക്കനാണോ അതോ മട്ടനാണോ?